Holy Spirit tonight. നമുക്ക് നമ്മുടെ ശ്രദ്ധയെ കൊലോസ്യ ലേഖനം 4-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യത്തിലേക്ക് തിരിക്കാം. Let's turn our attention to Colossians chapter 4 verse 12. അതിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ ഞാൻ 1-2 വേർഷൻസ് എഴുതിയിട്ടുണ്ടെന്ന് ഞാനൊന്ന് വായിക്കാം. He always prays earnestly for you, asking God to make you strong and perfect, fully confident of the whole will of God. മറ്റൊരു പരിഭാഷ ഇങ്ങനെയാണ്: You may, as a person of ripe character and clear conviction and firm and mature in spiritual growth, convicted and fully assured in everything willed by God. Amen. Praise the Lord. Amen. Hallelujah. Hallelujah. ഇവിടെ ഒരു ദൈവദാസന്റെ പ്രാർത്ഥനയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. In this verse we see a prayer of a man of God. സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. He is praying for the church. അപ്പോസ്തലനായ പൗലോസിന്റെ പല പ്രാർത്ഥനകൾ നമുക്ക് ലേഖനങ്ങളിൽ കാണാം. From the letters we see a lot of prayers that are prayed by Paul. ഒരാളുടെ പ്രാർത്ഥന ശ്രദ്ധിച്ചാൽ ആ വ്യക്തിയുടെ ആത്മീയ നിലവാരം നമുക്ക് ഏറെക്കുറെ മനസ്സിലാക്കാൻ കഴിയും. Amen. If you take note of somebody's prayer language, you will understand what kind of spiritual maturity that person is standing at. ഒരു ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ. I want to ask you a question. നിങ്ങളുടെ പാസ്റ്റർ നിങ്ങളുടെ ഭവനത്തിൽ വന്നു എന്നിരിക്കട്ടെ. Imagine your pastor visits your house. ഒരന്നേരത്ത് പ്രാർത്ഥിക്കുമല്ലോ. He will pray when he is about to leave. അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്. And this man's praying, കർത്താവേ, ഈ പ്രിയപ്പെട്ടവർ Lord, for them, തികഞ്ഞവരും let them be mature. ദൈവ ഇതം സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയമുള്ളവരായി തീരുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. Let them be fully mature and be assured in all the will of God. Amen. യേശുവിൻ നാമത്തിൽ തന്നെ In Jesus' name. പ്രാർത്ഥിച്ചിട്ടിങ്ങി പോരുന്നു. He will pray and leave. നിങ്ങൾ എന്തു പറയും? What would you say? എന്തെല്ലാം വിഷയങ്ങൾ പ്രാർത്ഥിക്കാനുണ്ടായിരുന്നു. How much of prayer request did I have to pray? Did we have? വിസ സംബന്ധമായ ഒരുപാട് പ്രശ്നങ്ങൾ, Ton of issues with my visa. സാമ്പത്തികമായ വേറെ 100 പ്രശ്നങ്ങൾ, Financial issues on the other side. ശാരീരികമായ പ്രശ്നങ്ങൾ മറ്റു ചിലത്, Things with my concerning my health on the other എന്തെല്ലാം hand. കാര്യങ്ങൾ പ്രാർത്ഥിക്കാനുണ്ടായിരുന്നു. How many things do I have to pray for? പ്രാർത്ഥിച്ചേച്ച് പോയിരിക്കുന്നത് കേട്ടില്ലേ? And did you hear what he prayed and left? ഞങ്ങൾ തികഞ്ഞവരാകണമെന്ന്. We must be fully matured. ആരാണ് ഇത്ര തികഞ്ഞവര്? Who is mature? കാണുമ്പോ പാസ്റ്റർ തികഞ്ഞാണോ എന്നൊക്കെ ചോദിച്ചെന്ന് പറഞ്ഞാലും മാറി അയാൾ എത്ര തികഞ്ഞാണോ? Amen. Is he even mature to pray? That would be our question. കർത്താവിൽ പ്രിയരെ, My beloved in Christ. നമ്മുടെ ഭൗതിക വിഷയങ്ങളെല്ലാം ദൈവം അതിന്റെ സമയത്ത് നടത്തിത്തരും. All our earthly matters will be dealt with at its own time. നമ്മുടെ ആത്മീയ വിഷയങ്ങളിൽ നമ്മൾ പരാജയപ്പെട്ടു പോയാൽ, Amen. But if we become a failure in our spiritual matters, അത് നമ്മുടെ ജീവിതത്തിൽ വലിയ പരാജയം തന്നെയാണ്. that will be a biggest failure in our life. മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ. Seek ye first his kingdom and righteousness, അതോടുകൂടെ ഇതൊക്കെയും കർത്താവ് നൽകും. and all these things will be added unto you. ഹല്ലേലൂയ. Amen. ഭൗതിക വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കരുത് എന്നല്ല ഞാൻ പറഞ്ഞത്. I'm not preaching that you should not pray on things concerning you. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞിട്ടുണ്ട്, ഒന്നിനെ കുറിച്ച് വിചാരപ്പെടരുത്. Paul has said, do not be concerned about anything, എല്ലാറ്റിലും പ്രാർത്ഥനയിലും അപേക്ഷയിലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ അറിയിക്കത്രേ വേണ്ടത്. but everything submit your request with thanksgiving and supplication. എല്ലാറ്റിനും വേണ്ടി പ്രാർത്ഥിക്കാം. Amen. You can pray for anything and everything. എല്ലാറ്റിനും വേണ്ടി പ്രാർത്ഥിക്കാം. You can pray for everything. പിറ്റേ ദിവസം കിട്ടുമെന്നാണോ പറഞ്ഞത്? But does that mean you will receive it the next day? നിങ്ങളുടെ മേൽ ഒരു ദൈവ സമാധാനം നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുമെന്നാണ് പറഞ്ഞത്. But it just means there will be a peace of God that will protect you എന്റെ through വിഷയം all ദൈവം situations. ഏറ്റെടുത്തിരിക്കുന്നു. Amen. My things are handled by God. അത് ദൈവഹിതപ്രകാരം അത് നടത്തിക്കൊള്ളും. At the will of God, He will do it according to its time. ഒരു ദൈവ സമാധാനത്തിന്റെ ഒരു പ്രൊട്ടക്ഷൻ കർത്താവ് നൽകുകയാണ്. There will be a protection of a divine peace from heaven.
അത് നിങ്ങൾക്ക് ലഭിക്കാറുണ്ടോ? Do we live by that? Do we receive that? എന്റെ ജീവിതത്തിൽ എനിക്ക് ദൈവസമാധാനമുണ്ടെന്ന് പറയാൻ കഴിയുമോ? In my life, can we acknowledge that we are walking in that divine peace? ഭൗതികമായ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്കുണ്ടായേക്കാം. We have several issues with our രോഗങ്ങൾ lives. നമുക്കുണ്ടായേക്കാം. We may have health issues. എന്നാൽ എനിക്ക് ദൈവത്തിന്റെ സമാധാനത്തിന്റെ ഒരു പ്രൊട്ടക്ഷൻ ഉണ്ടെന്ന് പറയാൻ കഴിയുന്ന ദൈവജനമേ, നിങ്ങളാണ് സമ്പന്നർ. But let me tell you, you are blessed. You are called wealthy or rich if you can say you walk by the divine peace in that protection. ജയിലിൽ കിടന്നുകൊണ്ടാണ് ഈ ലേഖനം എഴുതുന്നത്, മറന്നു പോകരുത്. Amen. Do not forget the fact that Paul writes this letter when he is in prison. ഫിലിപ്പിയ ലേഖനത്തിലെ ഈ വാക്യത്തിൽ അത് ഒരു തടവിന്റെ മണം പോലുമില്ല. Amen. In that entire letter of Philippians, we cannot even see or sense that he is in prison. അത് സന്തോഷിപ്പിൻ സന്തോഷിപ്പിൻ എന്ന് ആവർത്തിച്ച് 16 പ്രാവശ്യത്തോളമാണ് പറഞ്ഞിരിക്കുന്നത്. He's again and again saying rejoice in the Lord. Around 16 times he says the same. ഭൗതിക വിഷയത്തിൽ ഭാരപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ. Amen. If there is anybody who is worried and lost about the things on this കാര്യം ഫലമേൽപ്പിച്ചാൽ മതി, ദൈവം അത് തക്ക സമയത്ത് നിറവേറ്റി തരും. all you need to do is submit your things into God. He will do at his time according to his will. അതുകൊണ്ട് എല്ലാറ്റിനും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. That means you can pray for everything. പിറ്റേ ദിവസം തരുമെന്നുമല്ല. But it doesn't mean that you will receive everything the next day. എന്റെ ദൈവം എന്റെ വിഷയം ഏറ്റെടുത്തിരിക്കുന്നു. But your matters are taken care by God. പക്ഷേ ഞാൻ ആത്മീയമായി തികയേണ്ടതായിട്ടുണ്ട്. But you must understand that I must be matured in a spiritual sense. ദൈവഹിതത്തിന്റെ കേന്ദ്രത്തിലായിരിക്കേണ്ടതായിട്ടുണ്ട്. I must be the center of the will of God. ദൈവത്തിന്റെ ഹിതത്തിന്റെ കേന്ദ്രത്തിലായിരിക്കാൻ പ്രിയ ദൈവസഭയെ ദൈവാത്മാവ് ഓർപ്പിക്കുകയാണ്. And the Lord is reminding the church to be at the center of his will. ഒരു ചോദ്യം കൂടെ ചോദിക്കട്ടെ. One more question, let me arise. Which is the safest place in this? ഈ ഭൂമിയിൽ ഏറ്റവും സംരക്ഷണമേറിയ സുരക്ഷിതമായ സ്ഥലമേതാ? അങ്ങനെ ഒരു സ്ഥലമുണ്ടോ? Amen. Is there a place like that? പെന്റഗൺ or White House? Amen. Is it White House? ഉണ്ടോ? പറയാമോ? Can we state that fact? സേഫസ്റ്റ് പ്ലേസ് എന്ന് പറഞ്ഞൊരു പ്ലേസ് ഉണ്ടോ? Is there ever a place called the safest place on earth? ഉണ്ട്. Amen. Yes, there is. എവിടാണ്? Be at the center of God's will. Amen. Then it is the safest place. Amen. ദൈവത്തിന്റെ ഹിതത്തിന്റെ കേന്ദ്രത്തിൽ നിങ്ങൾ വസിച്ചാൽ അതാണ് നിങ്ങൾക്ക് ഏറ്റവും സംരക്ഷണമേറിയ ദൈവഹിതത്തിന്റെ കേന്ദ്രത്തിലായിരിക്കുന്ന ദൈവ പൈതലേ, നിങ്ങളാണ് ഏറ്റവും സേഫസ്റ്റ് പ്ലേസിലായിരിക്കുന്നത്. If you are at the center of the will of God, that is your most safest place. ഞാൻ ദൈവഹിതത്തിൽ ഒക്ലഹോമയിലായിരിക്കുന്നത് പറയാൻ നിങ്ങൾക്ക് കഴിയുമോ? Amen. Can you say that you are in Oklahoma according to the will of God? അത് ടൾസയിലായിരിക്കുന്ന ദൈവഹിതം എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? Can you say you are in Tulsa because you are in the will of God? ഇന്ന കോഴ്സ് എടുത്ത് ഞാൻ ഇവിടെ പഠിക്കാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? Can you say that you are enrolled in a particular course and studying that because in the will of God? ദൈവഹിതപ്രകാരമാണ് എൻ്റെ വിവാഹം നടന്നത് നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? Can you say I am married according to the will of God? ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ എനിക്ക് നിങ്ങളോട് And ചോദിക്കാനുണ്ട്. I have several questions to ask you tonight. നീ വേറൊരു ചോദ്യം, ഈ ദൈവരാജ്യം കിങ്ഡം ഓഫ് ഗോഡിന്റെ ഡെഫിനിഷൻ എന്താണ്? Amen. What do you mean? What do you define? How do you define the kingdom of God? ദൈവരാജ്യത്തെ. അതിന്റെ ഒരു ക്വാളിറ്റിയാണ് അതിനെക്കുറിച്ച് പറയുന്നത്. എന്നാൽ ഞാൻ പെട്ടെന്ന് പറയാം. കിങ്ഡം ഓഫ് ഗോഡ് ഈസ് ദ പ്ലേസ്. God. Amen. The kingdom of God is not a geographical territory, but it is the place where God's will is perfectly done. Amen. ദൈവരാജ്യം എന്ന് പറയുന്നത് ഒരു ശാരീരിക യാഥാസ്ഥിക സ്ഥലമല്ലെങ്കിലും ദൈവഹിതം, എന്റെ ഹിതമല്ല അങ്ങയുടെ ഹിതം നിറവേറപ്പെടണം എന്ന് ആഗ്രഹിക്കുന്ന ആ സ്ഥാനത്തെയാണ് ദൈവരാജ്യം. അത് ഭൂമിശാസ്ത്രപരമായ ഒരു ബൗണ്ടറി അല്ല അതിനുള്ളത്. It is not a geographical territory. It is the place where God's will is perfectly done. Amen. ദൈവത്തിന്റെ ഹിതം പൂർണ്ണമായി നിറവേറപ്പെടുന്ന സ്ഥാനത്തെയാണ് ദൈവരാജ്യം എന്ന് വിളിക്കുന്നത്. Hallelujah. Amen. Hallelujah. Amen. ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളോട് പറയട്ടെ. Amen. Let me remind you something. കർത്താവിന്റെ പേരിലാണെങ്കിൽ കൂടെ, Amen, even if it is in the name of God, കർത്താവിന്റെ ഹിതമില്ലാത്ത 1000 കാര്യങ്ങൾ ചെയ്യാതെ, Amen, if you can do several thousands of things in his name, കർത്താവിന്റെ ഹിതപ്രകാരമുള്ള 10 കാര്യം ചെയ്യുന്നതാണ് ഏറ്റവും ദൈവത്തിന്റെ ഹിതകരമായിട്ടുള്ളത്. all you need to do is 10 things according to the will of God. അല്ലെങ്കിൽ ചില ചോദ്യം കർത്താവിൽ നിന്ന് കേൾക്കേണ്ടി വരും. Amen. Otherwise you may have to encounter some questions from God. ഏലിയാവേ, നിനക്കെന്നാ ഇവിടെ കാര്യം? Elijah, what are you doing here? Wow.
എല്ലാ കസേരയിലും ഇരിക്കുവാൻ എല്ലാവരെയും കുറിച്ച് ദൈവം ഉദ്ദേശിക്കുന്നില്ല. Amen. The Lord has not designed everybody to be seated in every seat you see. എനിക്ക് പാസ്റ്ററായി കഴിയുമ്പോൾ പിന്നെ എനിക്ക് അങ്ങ് ഹാലളകുകയാണ്. Amen. After I become pastor, I just want to do something and all എനിക്ക് that. എവിടെല്ലാം കയറിയിരിക്കാം അവിടെല്ലാം എനിക്ക് ഇരിക്കണം. I want to be seated everywhere that I see, whichever I interest. ദൈവത്തിന്റെ ഹിതപ്രകാരം ഞാൻ ഇവിടെ ആയിരിക്കുന്നു, ആ സീറ്റിലായിരിക്കുന്നു, ആ ശുശ്രൂഷയിലായിരിക്കുന്നു, ആക്കിയിരിക്കുന്നത് പറവാൻ അത് ആത്മീയ ശുശ്രൂഷയാകട്ടെ മറ്റ് സേവനങ്ങളാകട്ടെ ദൈവത്തിന്റെ ഹിതപ്രകാരം ഞാനായിരിക്കുന്നു പറവാൻ ഇന്ന് രാത്രി എനിക്ക് നിങ്ങൾക്കും കഴിയണം. We must be confident enough to say, I am at where I am at this point of life according to the will of God, whether that be your ministry, whether that be your secular place. പാർക്കണമെന്ന് ദൈവത്തിന്റെ ഹിതമുണ്ട്. Amen. God has a will about which way you have to live. അതെ യാക്കോബിനോട് പറയുകയാണ്. Oh, he's telling to Jacob, യാക്കോബേ നീ ഇവിടുന്ന് പുറപ്പെട്ട് Jacob, go from here. അത് ബേഥേലിലേക്ക് പോകാം. Go to Bethel. 20 വർഷം മുമ്പ് നീ എടുത്ത ചില തീരുമാനങ്ങളുണ്ട്. There are some decisions that you took 20 years ago. യാക്കോബ് അത് മറന്നുപോയി. Amen. Jacob forgot about that. ദൈവം മറന്നിട്ടില്ല. But the Lord did not forget about it. ദൈവഹിതത്തിൽ നിന്ന് 10-40 കിലോമീറ്റർ അകലെയാണ് ഇപ്പോൾ സഞ്ചരിക്കുന്നത്. Amen. He is around 40-50 kilometers away from the will of God. അപ്പോൾ ദൈവഹിതത്തിന്റെ കേന്ദ്രത്തിലായിരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. But the Lord wants us to be at the center of His will. ദൈവഹിതത്തിൽ നിന്ന് അകന്നുപോയി അത് സുക്കോത്തിൽ താമസിന്റെ പ്രശ്നങ്ങളെന്ന് മനസ്സിലാക്കണമെങ്കിൽ 34 അധ്യായം ഉൽപ്പത്തി പുസ്തകം വായിച്ചാൽ മതി. Amen. You can understand what are the consequences he had to face if you read Genesis chapter 34. ഹല്ലേലൂയ. Amen. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയട്ടെ, Let me remind you. നിങ്ങൾക്കൊന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമോ? Can you pray tonight? സിൻസിയറായിട്ട് പ്രാർത്ഥിക്കണം. It must be a sincere, genuine prayer. കാരണം ഉള്ളിൽ എന്തായിരിക്കുന്നത് ആർക്കറിയാം? Amen. Who knows what is inside of your heart, you must ഞാൻ understand. പ്രാർത്ഥിക്കുന്നത് ചെയ്യാനാണോ അല്ലയോ എന്ന് പ്രാർത്ഥിക്കുന്നതിന് മുന്നേ ദൈവത്തിന് അറിയാം. Amen. The Lord knows even before you lift your prayer if it is to do or not. ഹിതം വെളിപ്പെടുത്തണമെന്ന് നമ്മൾ അങ്ങ് പറഞ്ഞു വിടും. Amen. We always say and go, Lord, reveal your will, reveal your will. ചെയ്യാനാണോ അല്ലയോ എന്ന് ദൈവത്തിന് അറിയാം. The Lord clearly knows if you are praying that with most genuinity to do it or ദൈവം not. നോക്കുന്നത് What the Lord sees first and primary. ഏറ്റവും ഒടുവിൽ ദൈവം പറഞ്ഞത് നിങ്ങൾ അനുസരിച്ചോ എന്നുള്ളതാണ്. Amen. He will see only the thing that did you obey the last thing that He said. ഒരു ദൈവശബ്ദം കേട്ടിട്ട് ഒത്തിരി കാലമായി. Amen. There are some people who haven't heard the voice of God for a very long time. എന്ന് അവർ ചിലർ പറയാറുണ്ട്. But there are some things that they say. എന്താ കാര്യം എന്നറിയാമോ? You know what is the reason? ഇവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. Amen. There's no point in telling them. കാരണം ഒടുവിൽ പറഞ്ഞ കാര്യം ഇവർക്ക് മനസ്സിലായിട്ട് ചെയ്യാതിരിക്കുകയാണ്. Because even after understanding what they have to do, they haven't been obedient to the voice of God that they've already heard. പെന്തക്കോസ്തുകാർക്ക് ഒരു ട്രിക്ക് ഉണ്ട്. There is a trick to the Pentecostals. അത് എന്തെങ്കിലും ചെയ്യണേ ഒഴിയണമെങ്കിൽ പറയും ഒന്ന് പ്രാർത്ഥിക്കട്ടെ. Amen. If they want to get out or bail out of something, they will say, let me pray and take my time. ദൈവഹിതമാണെങ്കിൽ നമുക്ക് നടത്താം. If it is the will of God, let's do it. പ്രത്യേകിച്ച് കല്യാണ ആലോചനയിൽ Even if it is a wedding proposal, എല്ലാം ഇഷ്ടപ്പെട്ടൊക്കെ അടുത്തു വന്നതാണ്. everything came together. പക്ഷെങ്കിൽ വലിയ കിട്ടപ്പൂരൊന്നുമില്ലെന്ന് മനസ്സിലായപ്പോൾ When you understand that you do not get anything or you cannot work things out of it, പ്രാർത്ഥിക്കട്ടെ. then you will say, let me pray. ഇവർ ഓൾറെഡി തീരുമാനം എടുത്തു കഴിഞ്ഞു. Amen. They've already decided in their heart. പക്ഷെ ഞാനൊരു ആത്മീയനാണെന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ പറയാണ് ഞാനൊന്ന് പ്രാർത്ഥിക്കട്ടെ. But just to showcase that I'm a spiritual being, we bail out saying, let me pray. വക്രനോട് ദൈവം വക്രത കാണിക്കും. Amen. The Lord will do His crookedness to people who are crooked. പ്രത്യേകിച്ച് ഞങ്ങൾ പാസ്റ്റർമാര്, To us pastors, കർത്താവ് അയക്കുന്നിടത്ത് ഞാൻ പോകും. we go wherever the Lord sends us. അയക്കുന്നിടത്ത് ഞാൻ പോകും. I only go where the Lord sends me. ഞാനൊരു ആത്മീയനാണെന്ന് കാണിക്കാൻ വേണ്ടിയാണോ അത് പറയുന്നത്? Amen. I am only saying that to show that I am a spiritual man. അത് ശരിക്കും ഞാൻ പോകുമോ ഇല്ലയോ എന്ന് ദൈവത്തിന് അറിയാം. Or the Lord clearly knows if I will go or not. വക്രനോട് ദൈവം വക്രത കാണിക്കും. The Lord will show His crookedness to ദയാലുവോട് ദൈവം people. ദയാലു ആയിരിക്കും. The Lord will be merciful to people who are merciful. അത് നിർമ്മലനോട് ദൈവം The നിർമ്മലനായിരിക്കും. Lord will be pure to those people who are pure. ഹല്ലേലൂയ. Amen. ഇന്ന് രാത്രികാലം ഞാനും എൻ്റെ കുടുംബവും എൻ്റെ തലമുറയും എൻ്റെ സഭയും ദൈവഹിതത്തിന്റെ കേന്ദ്രത്തിലായിരിക്കാൻ തീരുമാനിക്കുന്ന എത്ര പേർക്ക് തീരുമാനമെടുക്കാൻ? Tonight, how many of you can decide in your hearts, me, my family, my church will be the center of the will of God? യേശുക്രിസ്തുവിന്റെ അതെ ജീവിതം നമ്മൾ പരിശോധിച്ചാൽ, If you examine the life of Jesus Christ, ദൈവഹിതത്തിന്റെ കേന്ദ്രത്തിലായിരുന്ന ഒരു പൂർണ്ണ മനുഷ്യൻ എന്ന നിലയിൽ, amen, as a complete man, He was at the center of the will of God. Amen. യോഹന്നാന്റെ സുവിശേഷം നമുക്ക് കാണുവാൻ കഴിയും. In the Gospel of John, we see, എന്റെ സമയം ഇതുവരെ വന്നിട്ടില്ല. amen, my time has not yet come. ഉത്സവത്തിന് പോകുന്നവൻ ചോദിച്ചവൻ പറഞ്ഞു ഞാൻ ഇപ്പൊ പോകുന്നില്ലെന്ന്. Amen. Are you going to the festival? No, I'm not going to it right now. ഇപ്പൊ പോകുന്നില്ലെന്നാണ് പറഞ്ഞത്. I'm not going to it at this moment. അത് കഴിഞ്ഞപ്പോൾ പോയി. But later he did go.
കർത്താവ് ചെയ്യുന്ന സമയത്തിന് പോലും പിതാവിന്റെ ഹിതത്തിന്റെ കേന്ദ്രത്തിൽ നിന്ന് ചെയ്യത്തുള്ളൂ. Amen. When the Lord does something, He will only do according to the will of God, even with the matter of time. എന്നാൽ യോഹന്നാന്റെ സുവിശേഷത്തിൽ പിന്നെ 3 പ്രാവശ്യം കാണുകയാണ്, നാഴിക വന്നിരിക്കുന്നു. And then later on we see 3 times, my time has come. സമയം വന്നിരിക്കുന്നു. It is my time. ഞാൻ വീണ്ടും നിങ്ങളോട് പറയട്ടെ, നമ്മുടെ ജീവിതത്തിന്റെ സകല മേഖലകളിലും ദൈവഹിതത്തിന്റെ കേന്ദ്രം, അത് ചെറിയ സമയം പോലും മതി കർത്താവേ എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ പല അപകടങ്ങളും ദൈവം ഒഴിവാക്കി തരും. Amen. The Lord will take you out of a lot of dangers that can come with your decisions if you say, Lord, take me to the center of your will. പൗലോസ് അപ്പോസ്തലന്റെ ജീവിതം നമ്മൾ നോക്കിയാൽ അത് കാണുവാൻ If we കഴിയും. examine Paul's life, we understand that in a greater depth. 1-2 വാക്യങ്ങൾ നിങ്ങൾ പെട്ടെന്ന് ഒന്ന് വായിക്കണം. Can you read a couple of verses quickly? കോരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനത്തിന്റെ 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം ഒരാൾ വായിക്കുക. 2-ാം ലേഖനത്തിന്റെ 1-ാം വാക്യം 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം വേറൊരാൾ വായിക്കുക. 1 Corinthians chapter 1:1 and 2:1. 2-ാം ലേഖനത്തിന്റെ 1-ന്റെ 1. Second Corinthians 1:1. ദൈവേഷ്ടത്താൽ മതി. ഇനി അടുത്തത് 2 കോരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 1-ന്റെ 1. By the will of God. ദൈവേഷ്ടത്താൽ. അത് എഫേസ്യ ലേഖനം 1-ന്റെ 1. Ephesians 1:1. കൊലോസ്യർ 1-ന്റെ 1. Colossians 1:1. മതി. ഇനിയും പറഞ്ഞാലും അത് തന്നെ നിങ്ങൾ പറയാതുകൊണ്ട് ഞാൻ വിളിക്കുകയാണ്. Read all the headings of any letter that he wrote. He says, by the will of നല്ല God. കോൺഫിഡൻസ് ഉണ്ട്. Amen. ഞാൻ ഈ ചെയ്യുന്നതും എഴുതുന്നതും പറയുന്നത് ദൈവഹിതത്താലാണ്, Amen. ദൈവേഷ്ടത്താലാണ്. Amen. He was very confident in whatever he did and whatever he wrote. He said, by the will of God. പണ്ടൊക്കെ എൻ്റെ ചെറുപ്പത്തിൽ At my young days, പോസ്റ്റ് കാർഡിലായിരുന്നു മാസയോഗത്തിന്റെ അറിയിപ്പ്. our monthly meetings used to be letters known by postcards. എന്തായിരുന്നു ആദ്യത്തെ സെന്റൻസ്? ദൈവേഷ്ടമായാൽ. Amen. It is clearly written, if it is the will of God. It is written, if it is the will of God. ഇപ്പൊ അത് ഒരു അതിനൊരു തെളിവ് ഞാൻ പറയാം. Today it is just something that you do to do it. But let me tell you an example. യേശുക്രിസ്തുവിന്റെ പഠിപ്പിക്കലുകളിൽ അല്ലെങ്കിൽ ആ പ്രയർ, ചെറിയൊരു പ്രയറിന്റെ മധ്യഭാഗത്തൊരു വാക്കുണ്ട്. Amen. In Jesus Christ's teachings, in his prayer, there is a centerpiece of his prayer. എന്താണ്? What is it? Thy kingdom come. Amen. Thy will be. Amen. ഉണ്ടോ? Amen. Thy will be. Amen. Hallelujah. Amen. Thy will be. അങ്ങയുടെ ഹിതം. അങ്ങയുടെ ഹിതം. Amen. അങ്ങയുടെ ഹിതം. Thy will. Thy will be done. Amen. യേശുക്രിസ്തുവിന്റെ പ്രാർത്ഥനയും. Amen. It is the prayer of Jesus. ഞാനൊരു കൺവെൻഷനിൽ തീം കേട്ടു. Amen. I heard a theme at a convention. ഒരാഴ്ച കൺവെൻഷനാണ്. It is a week-long convention. രാവിലെ 3 സെഷൻ, ഉച്ചയ്ക്ക് 3 സെഷൻ, വൈകിട്ട് 3 സെഷൻ. Morning 3 sessions, evening 3 sessions, afternoon 3 sessions. അപ്പൊ 7 ദിവസമായപ്പോ എത്രയായി സാറേ? Amen. അപ്പൊ വിഷയം Thy kingdom come, Thy will be. Amen. Done. The theme is Thy kingdom come, Thy will be done. പിറ്റേ ഞായറാഴ്ച തിങ്കളാഴ്ച തിരുവല്ല മുനിസിപ്പൽ കോടതിയുടെ വാതിൽക്കൽ ചെന്നപ്പോൾ ഈ പ്രസംഗിച്ചവരെല്ലാം അവിടെ ഉണ്ട്. On Monday morning when they reached the front of the courthouse, all of these people are ഇപ്പോഴത്തെ there. വിഷയം എന്നാന്നറിയാമോ? You know what the problem is right now? My kingdom come, my will be. Now it is all about my kingdom come, my will be done. ഈ പരിപാടി നമുക്ക് ചേരുകയില്ല. Amen. This does not suit us. അഭിനയ ജീവിതം നമുക്ക് മതിയാക്കാം. Anything that you were to act out things. കാപട്യ ജീവിതം നമുക്ക് മതിയാക്കാം. Let us end the game of double face. ഞാൻ ഇവിടെ പറയുന്നത് ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്നായിരിക്കട്ടെ. Let me tell anything that comes out of the most genuine heart. കേന്ദ്രത്തിലായിരിക്കാനിടയായി തീരട്ടെ. Let us be the center of the will of God. പറയാണ് Thy will be done. Amen. Hallelujah. Amen. Hallelujah. Amen. നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ നമ്മൾ പാടുന്ന പാട്ടുണ്ടായിരുന്നു. Amen. There was a song that we used to sing in our young days. നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തിയിടണമേ. അങ്ങേ പോലാവാൻ നിന്നിതം ചെയ്യുവാൻ അങ്ങേ പോലാവാൻ എന്നെ നൽകുന്നു പൂർണ്ണമായി. Amen. Can we sing the same chorus from our lives? Amen. More than giving away a lot of sermons and going forward. More than praying long prayers.
is there this craving in our heart? Amen. In my children's life, in their courses, in their jobs that they're working, in the marriage lives, when they build a house, which church is she a part of? Let everything be the center of the will of God. Amen. When I was ministering in Dubai, ചെറുപ്പക്കാര് കല്യാണം കഴിക്കാൻ നാട്ടിലേക്ക് വരും. when the youngsters come to India to get married, അപ്പൊ എന്നോട് പാസ്റ്റർ പ്രാർത്ഥിക്കണം. and they will tell me, Pastor, you must pray. ഞാൻ ചോദിച്ചു എന്താ പ്രാർത്ഥിക്കേണ്ടത്? എനിക്കറിയാം എന്താ ചോദിക്കുന്നതെന്ന്. ഞാൻ ചോദിക്കും എന്താ പ്രാർത്ഥിക്കേണ്ടത്? I clearly know what they want me to pray, but I still ask them. ഗൾഫിലെ ചെറുപ്പക്കാർ നാട്ടിലോട്ട് പോകുമ്പോൾ പ്രാർത്ഥിക്കണം എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും പ്രാർത്ഥിക്കാൻ പറയുന്നത്? I mean, what will be they asking to pray if? ആണോ? അല്ലല്ലോ. അതാ ചോദിച്ചല്ലോ. അപ്പൊ എന്തായിരിക്കും പറയുന്നത്? ഒക്കലോമയ്ക്ക് കൊണ്ടുവരുവാന്ന് കുട്ടിക്കോ എന്തായിരിക്കും പറയാ? Imagine he is bringing her to Oklahoma. What would they be praying? നേഴ്സ് എന്ന് പറഞ്ഞാൽ ചൂടൊന്നും ശരിയാറുണ്ട്. ഞാനൊരു ഇതിന് കൂടെ പറയാം. കേരളത്തിന്റെ മുഖച്ഛായയും സഭകളുടെ മുഖച്ഛായയും സുവിശേഷീകരണത്തിനും ഒരുപാട് കോൺട്രിബ്യൂഷൻ നൽകിയവരാണ് ഈ നേഴ്സുമാർ. അവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. I thank the Lord for all the nurses in the room who have contributed to a lot of things on this earth. ഞാൻ ഈ പറയുന്നത്. I'm not belittling them for sure. അപ്പോൾ ഇവർ പറയാണ് ഒരു BSc നഴ്സിംഗ് കിട്ടാൻ വേണ്ടി I want a BSc nurse, and that's what they want me to pray for. പ്രാർത്ഥിച്ചാൽ ദൈവം തരും. And I say, if I pray, the Lord will give. But there is a problem. ഒന്നേ ആള് മാറും അല്ലെ കോഴ്സ് മാറും. It is either the person will change or the course will change. എന്ത് വേണം? What do you need? നിങ്ങളോട് ചോദിക്കുക, കല്യാണം കഴിക്കാത്ത എല്ലാവരോടും കൂടെ ഞാൻ ചോദിക്കുന്നു. I'm asking everybody who is not married. ദൈവം ഒരുക്കിയിരിക്കുന്ന ആള് മാറണോ അതോ കോഴ്സ് മാറണോ? Do you want a change in the course or the person that the Lord? ബോട്ടണിക്കാരിയെ ദൈവം ഒരുക്കി വെച്ചിരിക്കുകയാണ്. The Lord has prepared a person who has learned BSc botany. പക്ഷേ എനിക്ക് BSc നഴ്സിനെ മതി. But I'm adamant that I need a BSc nurse. പിടിച്ചു മേടിച്ച അനേക കാര്യങ്ങൾ നമുക്ക് പിടിച്ചു മേടിക്കാം. We can be adamant about things and gain them. എത്രയോ പാസ്റ്റർ കേട്ടിട്ടുണ്ട്. 40 ദിവസം എന്ത് ചെയ്തു? ഇരുന്ന് പിടിച്ചു മേടിക്കാം. പിടിച്ചു മേടിച്ച അനേക തെളിവുകൾ ഞാൻ ബൈബിളിൽ നിന്ന് പറയാം. There are several instances where we see they fought for things. സമാധാനം പറഞ്ഞേ ഞാൻ പോകത്തുള്ളൂ. പക്ഷെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാൻ അല്പം ബുദ്ധിമുട്ടും. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. Amen. I know I can answer all your questions that will arise from the word. പിടിച്ചു മേടിക്കാം. പക്ഷെങ്കിൽ അത് ഒരിക്കലും ശുഭകരമായിരിക്കത്തില്ല. You can be adamant about things and gain them, but they may not end well. ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയട്ടെ. Amen. Let me assure you something. ദൈവഹിതത്തിന്റെ കേന്ദ്രത്തിൽ ആയിരിക്കുന്നതാണ് അനുഗ്രഹം. Amen. It is a blessing to be the center of the will of God. ദൈവഹിതത്തിൽ നകന്നു പോയാൽ ദൈവം തലയിൽ ബോംബിടുവോ? Amen. Will the Lord put a bomb on your head if you walk away from the will of God? ദൈവഹിതത്തിൽ നകന്ന് ഞാനൊരു തീരുമാനമെടുത്ത നിമിത്തം പിറ്റേ ദിവസം പാസ്റ്റർ ദൈവം ബോംബിടുവോ? Amen. Will the Lord destroy you? ഇന്ന് ഇവിടെ പ്രസംഗിക്കാനും കേൾക്കാനും ആരും കാണില്ലായിരുന്നു. If he would have destroyed you if you walk away from the will of God, there wouldn't be anybody to preach nor to listen. പക്ഷേ പിന്നെന്താ പ്രശ്നം? But what is the problem? എന്ത് സംഭവിക്കുന്നറിയോ? What will happen, you know? നിന്നെ കൊണ്ട് ഉദ്ദേശിച്ച കാര്യങ്ങൾ ദൈവം ഉദ്ദേശിക്കുന്ന നടക്കാതെ പോകും. Anything and everything that the Lord purposed about you will never happen. നമ്മുടെ നാട്ടിലെ രീതി പറഞ്ഞാൽ, if we tell in our context in Kerala, വേറെ ആമ്പിള്ളാരെ കൊണ്ട് ദൈവം കാര്യം നടത്തും. the Lord will do things with other smart people. അത് ഇങ്ങനെ വചനം വെച്ച് പറഞ്ഞാൽ എനിക്ക് ബോധിച്ച ഒരു പുരുഷനെ ഞാൻ കണ്ടിട്ടുണ്ട്. Amen. If from the word you want to see, I know a person who has taken my heart. അവൻ എൻ്റെ ഹിതമൊക്കെയും ചെയ്യും. He will do everything according to my will. അത് അനേക റെഫറൻസ് ഉണ്ട്, ഞാൻ വിടുകയാണ്. I have a lot of references to go through. ദൈവത്തിന്റെ ഹിതം ചെയ്യുന്നവരെ ദൈവം കണ്ടുവച്ചിട്ടുണ്ട്. Lord has taken note of people who do the will of God. Amen. പക്ഷേ തെറ്റായ ഒരു തീരുമാനം എടുത്തെന്നിരിക്കട്ടെ. But let's say we do take a wrong decision. തെറ്റായ കോഴ്സ് എടുത്തെന്നിരിക്കട്ടെ. Let's say we took a wrong decision. തെറ്റായ വിവാഹം നടന്നെന്നിരിക്കട്ടെ. Let's say we ended up in a wrong marriage or ended up in a wrong coursework. ഒരു ദിവസം മാറാൻ പറ്റുമോ? Can we move away from it on the next day? ദൈവം എന്ത് ചെയ്യും? What would the Lord do? ദൈവം എന്ത് ചെയ്യും? What would the Lord do? God will repair. Amen. ദൈവം അതിനെ ശരിയാക്കിക്കൊണ്ടിരിക്കും. റിപ്പയർ ചെയ്തു തരും. The Lord will repair it for you. But it will be through suffering. Amen. It will have its suffering. Amen. ഇപ്പൊ സമ്മതിക്കുന്നുണ്ടല്ലോ, ഇപ്പം എന്തുകൊണ്ടാണ് ഈ പല സഫറിംഗ് എന്നുള്ളത് മനസ്സിലായല്ലോ. Now you understand why certain sufferings are happening in your life. റിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. It is the fact that the Lord is repairing. അതിനു മുന്നേ
ഇത് ദൈവാത്മാവ് ഓർപ്പിക്കുമ്പോൾ ദൈവഹിതത്തിന്റെ കേന്ദ്രത്തിലായിരിക്കാൻ ദൈവം എന്നെ സഹായിക്കണമെന്ന് പ്രാർത്ഥിച്ചാട്ട്. Amen. Before reaching that point, pray that you become the center of the will of God at every point in your life. ഞാൻ ചോദിക്കട്ടെ, 16 വയസ്സുള്ള നമ്മുടെ നാട്ടിലെ വെച്ച് പറയാണ്, 16 വയസ്സുള്ളപ്പോൾ എനിക്ക് ഇന്ന് ബൈക്ക് വേണം. Amen. I'm talking from a context in Kerala. അപ്പനും അമ്മയ്ക്ക് സ്വസ്ഥത കൊടുക്കാതെ പിടിച്ചു മേടിക്കുന്ന കാര്യമുണ്ടല്ലോ, അതുപോലെ ദൈവത്തിന് സ്വസ്ഥത കൊടുക്കാതെ പിടിച്ചു മേടിച്ചു. ഇവൻ അപ്പനെ കൊണ്ട് ഭീഷണിപ്പെടുത്തിയും അല്ലെ ഞാൻ അത് കഴിയും എന്ന് പറഞ്ഞ് ഇവൻ ബൈക്ക് മേടിച്ചു. Amen. At 16 years of old, a son is threatening his father and making sure that he gets a bike. മനസ്സില്ലാ മനസ്സോടെ പേരൻസ് ചെയ്തു കൊടുക്കും. Parents will do it with a half-heartedness. മേടിക്കാൻ പോയതാരാ? Who went to buy? പേരൻസ് അല്ലേ? Parents went to buy. പേരൻസ് പോയി മേടിച്ചു കൊടുക്കും. Parents went and brought it for their son. ഇവൻ തലകുത്തി മറിഞ്ഞു കഴിയുമ്പോൾ അതിന്റെ പുറകെ പോകുന്നതും ആരാ? Who goes after him when he gets into an accident? When he gets കാര്യം into a mess? ഓർത്തുകൊള്ളുക, ദൈവത്തോട് നിർബന്ധിച്ച് പിടിച്ചു മേടിച്ചാൽ ദൈവം തരും. എന്നാൽ അത് പിന്നെ വലിയ ബുദ്ധിമുട്ടുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. Amen. There will be things that you will be adamant about and you get out of God, but that will end up in a great suffering. ഞാൻ എന്റെ കോപത്തിൽ രാജാവിനെ കൊടുത്തു. Amen. I gave a king in my anger. എന്റെ ക്രോധത്തിൽ ഞാൻ അവനെ നീക്കിക്കളഞ്ഞു. But in my anger again I took him out. ദൈവം നമുക്ക് കോപത്തിൽ പലതും തന്നിരിക്കും. Amen. There may be things that the Lord will grant in anger. ദൈവത്തിന്റെ സ്നേഹത്തിലായിരിക്കട്ടെ നമുക്ക് ലഭിക്കുന്ന ഓരോന്നും. But let things be revealed to us in the love that he has for us. 40 ആണ്ട് എനിക്ക് തലമുറയോട് നീരസമുണ്ടായി. At 40 years I had bitterness for them. അതുകൊണ്ട് നാളെ മുതൽ മന്ന തരുന്നില്ലെന്ന് പറഞ്ഞു. But did he say I will not provide manna from the next നാളെ day? മുതൽ വെള്ളം തരുന്നില്ലെന്ന് പറഞ്ഞു. But did the Lord say he will not provide അനുസരിക്കാത്തല്ല, water? ഇങ്ങോട്ട് മാർദ്ദിക്ക്, അവർക്ക് കാടപ്പക്ഷി, ഇവർക്ക് അതെ ബ്രോയിലർ ചിക്കൻ, അങ്ങനെ വല്ലതും പറഞ്ഞോ? Did the Lord say there is a certain food for people who obey and disobey? പറഞ്ഞോ? Amen. വായിച്ചേ 95 സങ്കീർത്തനം 8 മുതൽ താഴോട്ട് പെട്ടെന്ന് വായിച്ചേ. Psalms 95:8 onwards. Let us read quickly. ഇന്ന് നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ ആ ആ അതാണ്ട് വായിച്ചു. ആ എന്റെ പ്രവൃത്തി അവർ കണ്ടിട്ടും എന്നെ ശോധന ചെയ്ത് എന്നെ ടെസ്റ്റ് ചെയ്തു. 40 ആണ്ട് എനിക്ക് ആ തലമുറയോട് നീരസമുണ്ടായിരുന്നു. അവർ തെറ്റിപ്പോകുന്ന ഹൃദയമുള്ളവരെന്നും ആ എന്റെ വഴികളെ അവർ അറിഞ്ഞിട്ടില്ലെന്നും ഞാൻ പറഞ്ഞു. ആകയാൽ അവർ എന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കയില്ലെന്ന്. അപ്പോൾ എന്തിനാ ഇവർ ഇറങ്ങി തിരിച്ചേ? For what did they let go? What did they come out for? എന്തിനാണ് ഇവർ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടത്? Why did they leave Egypt and come out in freedom? ഞാൻ ചോദിക്കട്ടെ, Let me ask you. എപ്പിസ്കോപ്പൽ സഭയിൽ നിന്ന് പെന്തക്കോസിലേക്ക് വന്ന എത്ര പേര് ഇവിടെ ഇരിപ്പുണ്ട്? How many of you are here who left Episcopal traditional എന്തിനാണ് നിങ്ങൾ churches? ഇറങ്ങി തിരിച്ചത്? Why did you leave out? അമേരിക്കയിൽ വരുന്നതിനായിരുന്നോ? Was it to come to America? ഭൗതിക നേട്ടത്തിന് വേണ്ടിയായിരുന്നോ? Was it for your wealth? അതോ സ്വർഗത്തിൽ പോകണമെന്നുള്ള താല്പര്യത്തിലായിരുന്നോ? But was it eternity alone? അതിനിടയ്ക്ക് അമേരിക്ക വന്ന ഒരു കുഴപ്പവുമില്ല. Amen. In between America happened no problem. ദൈവം ആഫ്രിക്കയ്ക്ക് അണയ്ക്കുന്നെങ്കിൽ നിങ്ങൾ അമേരിക്കയ്ക്ക് പോകരുത്. Amen. But if the Lord wants to send you to Africa, do not settle in America. ന്യൂഡൽഹിക്കാണ് ദൈവം അയക്കുന്നെങ്കിൽ ന്യൂയോർക്കിന് പോകരുത്. If the Lord wants to send you to New York, don't end up in New Delhi. Or തിരിച്ചും. Amen. Even the other way around. ഹല്ലേലൂയ. Amen. ഹല്ലേലൂയ. Amen. നമ്മുടെ ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന, ഇനി നമുക്ക് പെന്തക്കോസ്തുകാർക്ക് പറ്റിയൊരു അബദ്ധമുണ്ട്. There is a problem to our ഭൗതിക കാര്യങ്ങൾ നടക്കുന്നത് കൊണ്ട്, Amen. Since our things on the earth are happening smoothly, ദൈവം നമ്മുടെ ഭാഗത്താണ് നമ്മുടെ ചിന്ത. Amen. We always tend to believe that the Lord is on our side. അപ്പോൾ എനിക്ക് തിരിച്ചു കുറെ ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. I have several other questions that I want to ask you. യൂസഫലിയുടെ കാര്യം എനിക്ക് നിങ്ങളോട് ചോദിക്കാനുണ്ട്. I can ask you about M.A. Yusuf. അത് രത്തൻ ടാറ്റയുടെ കാര്യം എനിക്ക് I ചോദിക്കാനുണ്ട്. can ask you about Ratan Tata. ഹല്ലേലൂയ. മറ്റേ നമ്മുടെ സഹോദരന്മാരുണ്ടല്ലോ, അംബാനിമാരുടെ കാര്യം എനിക്ക് ചോദിക്കാനുണ്ട്. I can also talk to you about അവരേത് ദൈവഹിതത്തിന്റെ കേന്ദ്രത്തിൽ നിന്നിട്ടാണ് അവര് അത് ഇതുപോലുള്ള ആൾക്കാരായി തീർന്നത്? at which center of the will of God are they അതുകൊണ്ട് in? ഭൗതികമല്ല നമ്മുടെ ആത്മീയ നിലവാരത്തിന്റെ മാനദണ്ഡം എന്ന് പറയുന്നത്. So our scale for spiritual maturity is not our well-being in wealth. എന്നാൽ ദൈവഹിതത്തിന്റെ കേന്ദ്രത്തിൽ നിൽക്കുമ്പോഴും ആത്മീയരെ ദൈവ സമ്പത്ത് ഏൽപ്പിക്കാറുണ്ട്. Amen. And also understand that when you are standing in the center of the will of God, the Lord entrusts wealth to his people. പക്ഷേ അത് വലിയ ഉത്തരവാദിത്തത്തിന് വേണ്ടിയാണ്. But it is for a greater responsibility. ദൈവ രാജ്യത്തിന്റെ വികസനത്തിന് വേണ്ടിയാണ്. It is for the expansion of the kingdom of God. സമൂഹത്തിന് വേണ്ടിയാണ്. It is for your community. തീർച്ചയായും നിങ്ങളെ ഓർത്ത്
ദൈവത്തെ സ്തുതിക്കുന്നു. I thank the Lord for all of you അങ്ങനെയുള്ളവരെ here. ഓർത്ത് ഞാൻ ദൈവത്തെ I സ്തുതിക്കുന്നു. thank the Lord for everybody who is in the center of the will ഹല്ലേലൂയ. of ഇന്ന് God. രാത്രികാലം എന്നെ ദൈവം ഏൽപ്പിക്കുന്ന എല്ലാം ഞാൻ ദൈവഹിത പ്രകാരം ചെലവഴിക്കുന്നവരല്ല. ആ ഒരു ഉറപ്പ് നിങ്ങൾക്കുണ്ടാകട്ടെ. Oh, let there be a confidence within you that you say, let me spend everything that I receive for the expansion of the kingdom of God. അതുകൊണ്ട് ദൈവഹിതം മനസ്സിലാക്കിയാൽ അതനുസരിച്ച് നമ്മൾ ജീവിക്കണം. Amen. If you understand the will of God, walk and live according to it. അതെ, നമുക്ക് ഇനി അവസാനിപ്പിക്കാൻ 5 മിനിറ്റുള്ള ഞാൻ ഒരു പെട്ടെന്ന് ചില കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. Amen. I want to just remind about a few more things and close out. ഹല്ലേലൂയ. Amen. യേശുക്രിസ്തുവിന്റെ പ്രാർത്ഥനയുടെ കാര്യത്തിൽ പറഞ്ഞു, thy will be Amen. done. When Jesus prayed, he said, thy will be done. നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? Have we ever prayed? thy will be done എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടോ? Have we ever prayed in that manner, in that അല്ല, language? നിങ്ങൾ പ്രാർത്ഥിച്ചില്ല. വേറൊരു ചോദ്യം ചോദിക്കാം. Another question, you may not have prayed that. ഭാര്യമാര് പറയേണ്ട മറുപടിയാണ്. Amen. This is the question to wives. നിങ്ങൾ നിങ്ങളുടെ ഭർത്താക്കന്മാരോട് എപ്പോഴെങ്കിലും Amen. To your husbands, have you ever? അച്ഛൻ്റെ ഇഷ്ടം പോലെ ആട്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ? Amen. Have you ever said, may your will be done to your husbands? ഹസ്ബൻഡിനോട് പറഞ്ഞിട്ടുണ്ടോ? സഹോദരിമാര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് കൈ ഉയർത്താം. Amen. If you have said, കൈ താത്തിടാൻ വരട്ടെ, ഒരു ചോദ്യം കൂടെ അതിന് ബാക്കിയുണ്ട്. don't put your hands down, I have one more follow-up question. അപ്പൊ രണ്ടുപേര് കൈ ഉയർത്തിയിട്ടുണ്ട്. ഉണ്ടോ? രണ്ടേ ഉള്ളോ? അത് അപകടം എന്തോ പുറകിലുണ്ടെന്നുകൊണ്ടാണ് പലരും കൈ ഉയർത്താത്ത. If somebody is sensing some danger, so that's why they are not raising their അപ്പോൾ hand. ഭർത്താവിനോട് അവിടെ അങ്ങയുടെ ഇഷ്ടം മതി, അച്ഛൻ്റെ ഇഷ്ടം പോലെ ആകട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ടോ എന്നാണ് എന്റെ ചോദ്യം. My question is the fact that have you told your husbands, may your will be done? അപ്പോൾ 2-3 പേര് കൈ ഉയർത്തിയിട്ടുമുണ്ട്. 3 people raised their hands. ചോദ്യം ഇതാണ്, The next question is, ഏത് ട്യൂണിലായിരുന്നു? what tone was that acknowledgement? മനസ്സിലായല്ലോ? Now you understand. ഇഷ്ടം പോലെ ചെയ് എന്ന് വെച്ച പറഞ്ഞു നോക്കി. I've told my word. പറഞ്ഞു നോക്കി. I've tried my things. ഒരു പ്രയോജനവും. But no use. അപ്പൊ പറയാണ്, Do as you wish. പിന്നെ ഈ മനുഷ്യനോട് പറഞ്ഞിട്ട് ഒരു കാര്യവും അദ്ദേഹം പറയാണ് ഇഷ്ടം പോലെ. There's no point in telling him, do as you wish. ഹല്ലേലൂയ. ടോണി ഷേബയ്ക്ക് ചുരിദാറവിൽ എടുത്തു കൊടുത്തിട്ടുണ്ടോ? ഒറ്റയ്ക്ക് പോയി എടുത്തു കൊടുത്തിട്ടുണ്ടോ? എടുത്തു കൊടുത്തിട്ടുണ്ട്. അച്ഛൻ്റെ ഇഷ്ടം പോലെ എടുത്തോളാൻ പറഞ്ഞിട്ടുണ്ടോ? ഞാനത് ചുരിദാർ എടുക്കാൻ പോവാ. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞേ? ടോണിക്ക് ഷേബേക്കാളിൽ സെൻസ് ഓഫ് സെലക്ഷൻ ഉണ്ടെന്നും ഞാൻ 2000-ന്റെ ചോദിച്ചാൽ 4000-ന്റെ എടുത്തു തരുമെന്നും നല്ല ഉറപ്പുണ്ട് എന്നെ ഇതുപോലെ സ്നേഹിക്കുന്നത് ഈ കർത്താവ് കഴിഞ്ഞാൽ ടോണിയാണെന്നും അറിയാവുന്നതായ ഷേബ പറയുകയാണ്, അച്ഛൻ്റെ ഇഷ്ടം പോലെ. അങ്ങനെ ദൈവത്തോട് പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. എന്താണെന്നറിയാമോ? സർവശക്തനും സർവവ്യാപിയും സർവജ്ഞാനിയുമായ എൻ്റെ ദൈവം, എന്നെ സൃഷ്ടിച്ച് ഭൂമിയിലാക്കിയ ദൈവം, എനിക്ക് ഏറ്റവും നല്ലത് തരുന്ന ദൈവമാണ്. Amen. Our God who is omnipotent and almighty, he knows the best for us. ദൈവം ചെയ്യത്തില്ല. He will not do anything for ഞാൻ ours. ആഗ്രഹിക്കുന്നതിനേക്കാൾ ഏറ്റവും മെച്ചമായി നൽകുന്നതാണ് എൻ്റെ കർത്താവ്. He will do everything better and gives me the best, even more than that I desire. എൻ്റെ അങ്ങയുടെ ഇഷ്ടം മതി എൻ്റെ ജീവിതത്തിൽ. And that is why we say, Lord, may your will be done. ഹല്ലേലൂയ. Amen. ഒരു കാര്യം കൂടെ ഞാൻ കൂടെ പറയാം. Amen. Let me tell you something else. അത് സുഖിസിവം എന്നൊരു തമിഴ് മോട്ടിവേഷണൽ സ്പീക്കർ ഉണ്ട്. സുഖിസിവം. Suki Sivam is a motivational speaker in Tamil Nadu in India. ഞാൻ തമിഴ് അവിടെ ചെന്നൈയിൽ ഉണ്ടായതുകൊണ്ട് തമിഴ് പഠിക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ പ്രസംഗം ഞാൻ കേൾക്കുമായിരുന്നു. Amen. To learn Tamil language, I used to listen to his messages. അദ്ദേഹം പറയുകയാണ്, He's saying, അദ്ദേഹത്തിന്റെ 12ാം ക്ലാസ് വരെ കൂടെ പഠിച്ച സൗന്ദരരാജൻ 12ാം ക്ലാസ്സിന് ശേഷം MBBS പോയി. Amen. A person who studied with him till 12th grade went to learn med school after his high school. അപ്പോൾ മെഡിസിൻ MBBS കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഒരു ദിവസം ഒരു വെളിപ്പാട്. After med school, he receives another revelation. ഞാൻ LLBക്ക് പോകണം. Now I need to go to learn law. അപ്പോൾ ആൾക്കാരെ സുഖിസിവം ഫ്രണ്ട്സ് ഉൾപ്പെടെ നിനക്ക് എന്ത് പറ്റി? And all the friends of this man is asking, what happened to this? മെഡിസിനും ലോയും തമ്മിൽ എങ്ങനെ ഒരു കോമ്പിനേഷൻ? What is the combination of med school and law? അദ്ദേഹം മൈൻഡ് ചെയ്യാൻ പോയില്ല. And he did not mind them. അദ്ദേഹം ലോ പൂർത്തിയാക്കി. He completed his law schooling. അങ്ങനെ ഇരിക്കെ And when he was doing that, അത് കഴിഞ്ഞപ്പോൾ later at that point, UN നിന്ന് ഒരു നോട്ടീസ്. and he receives a notice from the United Nations. പത്രത്തിൽ. In We the are newspaper. seeking some person with medicine plus law. Amen. There is an ad on the newspaper saying, we are looking for a person who knows the combination of med school and law. ലോകത്തിൽ ഒറ്റ മനുഷ്യനേ ഉള്ളൂ ഇതിനുള്ളത്. There was only one man alive on earth.
who was അത് fit for that, സൗന്ദരരാജനാണ്. who was fit for that job, it is this ഇത് man's ഞാൻ friend. 2014 ഇത് കേൾക്കുമ്പോൾ അന്നേരം അദ്ദേഹം UN വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. Amen. In 2014, when I listened this story, he is still working with UN. കർത്താവിന്റെ ജനമേ, Amen. O people of God. ഒരു സൗന്ദരരാജന്റെ ഹൃദയത്തിലെ ചിന്ത തന്നെ കൃത്യമായി പാതയിലേക്ക് നയിച്ചെങ്കിൽ, യേശുവിന്റെ ചോരയാൽ വീണ്ടെടുക്കപ്പെട്ട ദൈവ പൈതലെ, നിങ്ങൾക്ക് ദൈവം തന്ന കുഞ്ഞുങ്ങൾ ദൈവഹിതപ്രകാരം അത് ദൈവത്തിന് ഒരു ഉദ്ദേശത്തിന് വേണ്ടി അയച്ചിരിക്കുന്നതാണെന്നുള്ള ബോധ്യത്തിൽ എന്റെ കുഞ്ഞിന് നല്ല ഭാവി ഒരുക്കണമെന്ന് ഉറപ്പുള്ള എത്ര പേരുണ്ട്? Amen. If a man in Tamil Nadu received that revelation and that changed his destiny, how many of you will pray for your children? Lord, lead them to your divine destiny. ഹല്ലേലൂയ. Amen. ഞാൻ വായിച്ച ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. One more thing I want to remind and close. അത് ഭൂമിയിലേക്ക് ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് കിട്ടുന്നതായ അവരുടെ കഴിവുകളെ കുറിച്ച് ഒരു സ്റ്റഡി നടത്തിയിട്ടുണ്ട്. There was a research happening to the things or abilities that a newborn baby would have. അത് ഹോവാർഡ് ഗാർഡനർ എന്ന അദ്ദേഹം എഴുതിയ ഇന്റലിജൻസ് റീഫ്രെയിംഡ് എന്ന പുസ്തകത്തിലാണ് ഇത് It is എഴുതിയിരിക്കുന്നത്. mentioned by a person called Howard Brown in the book ഇന്റലിജൻസ് റീഫ്രെയിംഡ്. Intelligence Reframed. അപ്പോൾ അതിനകത്ത് പറയുകയാണ്, Amen. It is mentioned. ഇവിടെ ജനിക്കുന്ന കുഞ്ഞുങ്ങൾ The kids that are born, the അവർക്ക് babies, ദൈവം കൊടുത്തിരിക്കുന്ന കഴിവുകളെ കുറിച്ച് these പറയുകയാണ്. are the abilities or talents to a newborn. ഭാഷാപരമായി, Amen. According to linguistic language. ലിംഗ്വിസ്റ്റിക്, അടുത്തത് ഗണിതശാസ്ത്രം, Then it is about scientific. Mathematics. യുക്തിപരം, And then it is logical. നമ്പേഴ്സ്, Numbers. പിന്നെ സംഗീതപരം, And then musical. നാദം, And tone. ശ്രുതി, സ്ഥായി, ലയം, വ്യത്യസ്ത അത് തിരിച്ചറിയൽ, സൃഷ്ടിക്കൽ, അത് മ്യൂസിക്കിന്റെ പല കോമ്പിനേഷൻസ്, Different aspects of music with rhythm and count in numbers. അത് ആർക്കിടെക്ചറൽ ആയിട്ടുള്ള കാര്യങ്ങളെ സങ്കല്പിക്കാനുള്ള കഴിവ്, Imaginative, creative memory. അഭ്യാസ പാഠവും, All the things that, മാനുഷിക ബന്ധങ്ങൾ, ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്, Amen. ഇൻട്രാപേഴ്സണൽ റിലേഷൻഷിപ്പ്, പിന്നെ നാച്ചുറലിസ്റ്റ്, എക്സിസ്റ്റൻഷ്യൽ തിങ്സ്, താത്വിക ചിന്ത, ഇങ്ങനെ കുറെ ഇതിലേതെങ്കിലും ഒന്നായിരിക്കും നിങ്ങളുടെ കുഞ്ഞിന് ദൈവം തന്നിരിക്കുന്നത്. Amen. The Lord may have provided any one of these things to your children. വയലിന്റെ ആളങ്ങ് പോയല്ലോ, അത് മതിയായിരിക്കും നിനക്ക് കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി ചെയ്യാനുള്ളത് ഏറ്റവും വലുത്. Amen. Our violinist is here. That may be the instrument that will turn your destiny around. എതുവരെ എല്ലാവരും കൂടെ പോയി വയലിൻ പഠിക്കാൻ പോയേക്കില്ല. That doesn't mean everybody of you have to learn violin and become ഞാൻ violinists. വീട് കയറി താമസത്തിന് പ്രസംഗിക്കാറുണ്ട്. I preach at housewarmings. ഇന്ന് രാവിലെ ജോർജ് സാറിനോട് ഞാൻ This പറയുകയായിരുന്നു, morning I was sharing with George sir. 120 പേരെ 10 ദിവസം താമസിപ്പിക്കാൻ പറ്റിയ സൗകര്യമുള്ള എത്ര പേർക്ക് വീടുണ്ട് പാസ്റ്ററെ? പാസ്റ്ററുടെ അറിവിൽ എത്ര പേർക്കുണ്ട്? Amen. 120 പേരെ 10 ദിവസം താമസിച്ച് പ്രാർത്ഥന നടത്തണം. 120 people must be living in a house 10 days. There must be a prayer. How many of you have ഒക്കലഹോമയിൽ such ആർക്കെങ്കിലും houses? ഉണ്ടോ? ഈ സഭയിൽ ആർക്കെങ്കിലും ഉണ്ടോ? Is there a house that can attain those things in this church? ഇല്ല. എന്നാൽ യെരുശലേമിൽ But in Jerusalem, മറിയയുടെ വീട്ടിൽ, മർക്കോസിന്റെ വീട്ടിൽ അങ്ങനെ ഒരു സൗകര്യം ഉണ്ടായിരുന്നു. amen, there was that facility that could host 120 people at Marcos' house. ഹിസ്റ്റോറിക്കൽ പർപ്പസിൽ നൽകിയിരിക്കുന്നതാണ്. Amen. It was divinely orchestrated for historical purpose. അതുകൊണ്ട് ശ്രീകാര്യത്ത് ദൈവം ഒരു എഞ്ചിനീയറിംഗ് കോളേജിന്റെ മുന്നിൽ ഒരു വീട് തന്നാൽ, Amen. If the Lord gives you a house in front of an engineering college in ദൈവത്തിന് ഒരു Srinagar, ഉദ്ദേശം അതിന്റെ പുറകിലുണ്ട്. Lord has a purpose behind it. ഹല്ലേലൂയ. ബിന്നുംറാമിൽ ഒരു വീട് തന്നാൽ അതിനകത്ത് ഒരു ഉദ്ദേശമുണ്ട്. There is a purpose behind where the Lord gives you a house. You know what the problem is? മർക്കോസിന്റെ വീട് കാണുമ്പോൾ ലൂക്കോസിനും ഹാലിളകും. Amen. If when Luke sees Mark's house, it is a problem for him. ലൂക്കോസിന്റെ വീട് കാണുമ്പോൾ യോഹന്നാനും ഹാലിളകും. When John sees Luke's house, he has a problem. അടുത്ത വീട് പണിയുകയാണ്. Amen. He is building another house. ഒരു കാര്യം ഓർക്കുക, Amen, remember. മർക്കോസിന് കൊടുത്തത് ദൈവത്തിന്റെ കാര്യപരിപാടിയുടെ ഭാഗമാണ്. Amen. What Mark received was a അത് plan of മറ്റൊരാളാകാൻ God. നീ ശ്രമിക്കരുത്. You don't have to attain or steal that. മറ്റൊരാളെ ആകാൻ നീ ശ്രമിക്കരുത്. You don't have to impersonate നിനക്ക് any ദൈവം person. എന്തോ ഒരുക്കിയിട്ടുണ്ട്, അതെന്തെന്ന് നീ പ്രാർത്ഥിച്ച് കണ്ടുപിടിക്കണം. The Lord has prepared something for you. You must pray to അവിടെ receive focus that. ചെയ്യണം. That is where you must be focused. ഹല്ലേലൂയ. Amen. ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ. Let me remind one more thing. യേശുക്രിസ്തു പറഞ്ഞു, come to me. Jesus said, "Come to me." Come to me. ബാക്കി എന്നാ? I will give you something. അത് ആത്മീയ ജീവിതത്തിന്റെ ഒരു KG ലെവൽ കാര്യമാണ്. ആ ലെവലിലാണ് നമുക്ക് കർത്താവിൻ്റെ അടുക്ക് വന്ന് കിട്ടിയതേ ഉള്ളൂ, കിട്ടിയിട്ടുണ്ട്. I mean, anything that whatever you have received is only what you've received. പക്ഷേ ഹയർ ലെവലിലെ ഡിസൈപ്പിൾഷിപ്പിൽ എന്താണ്? At a discipleship stage, what do you understand from that? അടുത്ത ലെവൽ എന്താണ്? What is the next mature level? Follow me. Amen. Follow me. Follow me. I will make you something. Amen. ഞാൻ നിങ്ങളെ ഒരു കാര്യമാക്കാം. I will make you something. I will make you something. അത് രണ്ടാമത്തെ പുത്രൻ വീട്ടിൽ നിന്ന് പോകാൻ നേരത്ത് അപ്പനോട് എന്നാ പറഞ്ഞേ? Amen. What did the prodigal son say to the father when he left the house? Give me.
Amen. Give me. മാനസാന്തരപ്പെട്ട് തിരിച്ചു വന്നപ്പോ എന്നാ പറഞ്ഞറിയാമോ? What did he say when he repented and came back? Make me. Amen. Make me. Amen. Make me. ഇന്ന് രാത്രികാലം നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. Amen. Let's close our eyes. ആ ദൈവഹിതത്തിലേക്ക് എന്നെ കൊണ്ടുവരണമേ. Lord, lead me to your will. ആ ദൈവഹിതത്തിലേക്ക് എന്നെ രൂപാന്തരപ്പെടുത്തണം. Lord, lead me and transform me to your will. ദൈവഹിതത്തിനല്ലാത്തതിൽ നിന്ന് മാറ്റിക്കളയണമേ. Lord, take away everything that is not in your will. ദൈവഹിതത്തിന്റെ കേന്ദ്രത്തിൽ ഇരിപ്പാൻ എന്നെ സഹായിക്കണം. Lord, let me be the center of your will. അതേ ഫ്ലൈറ്റ് പൊങ്ങുമ്പോൾ 1 ഡിഗ്രി തെറ്റിയാൽ ഡെസ്റ്റിനേഷൻ കിലോമീറ്റർ അകലെയായിരിക്കും ചെന്നിറങ്ങുന്നത്. Amen. If 1 degree of an angle for a takeoff for a flight changes, the destination completely changes kilometers and miles away. പറഞ്ഞാൽ ഞാൻ ഡീസന്റ് ആണ്, ഞാൻ മാറത്തില്ലെന്ന് പറയല്ല. അറിഞ്ഞ ഉടനെ അതേ കാര്യങ്ങൾ തിരിച്ച് റൂട്ട് മാറി കൃത്യം റൂട്ടിലേക്ക് വരിക. എത്രയും പെട്ടെന്ന് ഡെസ്റ്റിനേഷൻ എത്തുവാൻ കഴിയും. Amen. The moment you understood that you've deviated from the route, the moment you repent and turn back, get back to your destination. പ്രാർത്ഥിക്കാൻ കഴിയുമോ? Amen. Remember. കർത്താവേ, name it and claim it and have it എന്നുള്ള പ്രസംഗം കേട്ട് ഞാൻ പലതും പിടിച്ചു മേടിച്ചിട്ടുണ്ട്. Amen. I have heard things about name it and claim it, and I've taken things by force. എന്നാൽ ഇന്ന് പലതും തെറ്റിപ്പോയി ഞാൻ സമ്മതിക്കുന്നു. But I acknowledge that, Lord, something something's കർത്താവേ. Lord, I only need your will. I need only your will, Lord. Let only your will be done. From the bottom of our hearts can we pray. The Lord is faithful to do that. Can we surrender ourselves? May May the Lord bless you by this word. Amen.